അതുകൊണ്ട് മക്കളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കുവാൻ ദൈവം ഇടവരുത്തും. അതുകൊണ്ട് ചെറിയ അവയവമായ നാവിനെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മുടെ വാക്കുകൾ ഒരിക്കലും ശാപത്തിന്റെ വാക്കുകൾ ആകരുത്. നമ്മുടെ വാക്കുകൾ എപ്പോഴും അനുഗ്രഹത്തിന്റെ വാക്കുകൾ ആയിരിക്കണം. കാരണം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ അതായത് എങ്ങനെ പറയരുത്, നിന്റെ ജീവിതത്തിൽ നീ കെട്ടപ്പെട്ടു പോകാനും ശപിക്കപ്പെട്ട് കിടക്കാനും കടഭാരത്തിലാകാനും രോഗിയായിരിക്കാനും എല്ലാം കാരണം നിന്റെ നാവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് നല്ല സുഖമില്ല, എനിക്ക് നല്ല സുഖമില്ല, എനിക്ക് പനിയാണ്, എനിക്ക് രോഗമാണ്, എനിക്ക് തലവേദനയാണ്, എനിക്ക് എൻ്റെ ശരീരത്തിന് യാതൊരു സുഖവും തോന്നുന്നില്ല, രോഗം പോലെ എനിക്ക് തോന്നുന്നു എന്ന് നീ പറയുമ്പോൾ, നിന്റെ നാവ് കൊണ്ട് നീ ഇത് പറയുമ്പോൾ, നിന്റെ രണ്ട് കൈകളും പറയും എനിക്ക് സുഖമില്ല. ഹല്ലേലൂയ. നിന്റെ നാവ് കൊണ്ട് നീ പറയാണ് എനിക്ക് വയ്യ, എനിക്ക് രോഗമാണ്, എനിക്ക് സുഖമില്ല, ഞാൻ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നീ നിന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ, നിന്റെ രണ്ട് കൈയും അത് ഏറ്റുപറയും, രണ്ട് കാലും ഏറ്റുപറയും. ബാക്കിയുള്ള സകല അവയവങ്ങളും നീ പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ഇടവരുവാൻ, നിന്റെ അവയവങ്ങൾ നീ പറയുന്നതനുസരിച്ച് നിന്റെ അവയവങ്ങൾ അനുസരിക്കാൻ ഇടവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് നീ രോഗിയാണെന്നോ, നിനക്ക് സുഖമില്ലെന്നോ, നിനക്ക് വയ്യായെന്നോ, നിനക്ക് കഷ്ടമാണെന്നോ ഒന്നും പറയരുത്. നീ പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അതെല്ലാം ഏറ്റുപറഞ്ഞ് അതുപോലെ നീ ആയി തീരും. കാരണം ഇതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ ജീവിതം അയ്യോ വലിയ കടഭാരമാണ്, ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, എൻ്റെ മക്കൾ നന്നാകുമെന്ന് തോന്നുന്നില്ല, ഞാൻ നന്നാകുമെന്ന് തോന്നുന്നില്ല, എൻ്റെ കുടുംബം ഗതി പിടിക്കുമെന്ന് തോന്നുന്നില്ല. പൊന്നുമക്കളെ, ഈ വാക്കുകൾ ഒന്നും നീ പറയരുത്. നിന്റെ ജീവിതം, നിന്റെ ഭാവി നീ പറയുന്നതനുസരിച്ച് നിന്നെ പിൻപറ്റാൻ ഇടവരും. നിന്റെ ജീവിതം എന്തായി തീരണമോ അതിനനുസരിച്ച് നീ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയണം. ഞാൻ രക്ഷപ്പെടത്തില്ല, എൻ്റെ ഭാവി എന്താകുമെന്ന് അറിയത്തില്ല, ഇത്രയും വലിയ കടഭാരം ഇത് മാറുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും വാക്കുകൾ പറയുമ്പോൾ നിന്റെ ജീവിതം നീ പറയുന്നത് പോലെ തന്നെ ആയി തീരാൻ ഇടവരും. അതുകൊണ്ട് ഒരിക്കലും ശാപത്തിന്റെ വാക്കുകൾ പറയരുത്. പിന്നെ നിന്റെ നാവിൽ നിന്ന് വരേണ്ടത് അനുഗ്രഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വാക്കുകൾ ആയിരിക്കണം. ഹല്ലേലൂയ. നീ എന്ത് പറയണം? ഞാൻ സൗഖ്യമാണ്. രോഗമുള്ളപ്പോൾ പറയണം ഞാൻ സൗഖ്യമാണ്, എനിക്ക് ആരോഗ്യമുണ്ട്. രോഗമുള്ളപ്പോൾ തന്നെ നീ പറയണം എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് സുഖമുണ്ട് എന്ന് പറയുമ്പോൾ രോഗമായിരിക്കുന്ന അവയവങ്ങൾ ഏറ്റു പറയും ഞാൻ ശക്തനാണ്, എനിക്ക് സൗഖ്യമുണ്ട്. കടഭാരമായിരിക്കുമ്പോൾ നീ പറയണം ഈ കടഭാരത്തെ ഞാൻ ജയിക്കും, ഈ കടഭാരം മാറും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, അനേകം പേർക്ക് കൊടുക്കുവാൻ ദൈവം എന്റെ കലത്തെ ബലപ്പെടുത്തും എന്ന് നീ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. നീ നന്നാകും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടും, നിന്റെ മക്കൾ മാനസാന്തരപ്പെടും. ഞങ്ങൾ ഒരു ദിവസം രക്ഷ പ്രാപിക്കും, ഞാനും എന്റെ കുടുംബവും ഉയർച്ച പ്രാപിക്കും, ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കും എന്ന് നിന്റെ അതരത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയാൻ ഇടവന്നാൽ നിശ്ചയം നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ ദൈവം ഇടവരുത്തും. നിന്റെ നാവിലൂടെയാണ് അനുഗ്രഹവും ശാപവും നിന്റെ വീട്ടിൽ കയറി വരുന്നത്. കരം പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പൊന്നമക്കളെ, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വേർഡുകൾ പറയരുത്, പോസിറ്റീവ് വേർഡുകൾ മാത്രം പറയണം. ഹല്ലേലൂയ. നെഗറ്റീവ് വേർഡ് പറയരുത്. നിന്റെ ജീവിതത്തെ കുറിച്ച് നീ എന്താണോ പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള വേർഡുകൾ, സംശയത്തിന്റെ വാക്കുകൾ എന്താണോ പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും എന്ന് യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ വാക്കുകൾ, പോസിറ്റീവ് വേർഡുകൾ നമ്മൾ സംസാരിക്കുക, അനുഗ്രഹം പ്രാപിച്ചെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭാവിയെ കുറിച്ച് ഇന്ന് പോകുമ്പോൾ തന്നെ നീ പറയണം, നിന്റെ ആദരം തൊട്ട് കേൾക്കത്തക്ക തന്നെ നീ പറയണം, നിന്റെ ഭാവിയെ കുറിച്ച് പറയണം ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ മോചനം പ്രാപിക്കും, കാര്യം ദൈവം എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വിടുതൽ പ്രാപിക്കും, ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, എന്റെ കടഭാരം ഒരു ദിവസം മാറും, എന്റെ രോഗം ഒരു ദിവസം മാറും, എന്റെ കുടുംബം എല്ലാവരും മാനസാന്തരപ്പെടും, എന്റെ കുടുംബം സന്തോഷവും സമാധാനം അനുഭവിച്ച് ഞങ്ങൾ ഉയർച്ച പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഞാനും എന്റെ കുടുംബവും തീരും എന്ന് നീ പോസിറ്റീവ് വേർഡുകൾ പറയുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കാൻ ദൈവം ഇടവരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മക്കളെ, ഇതിനൊരു ഉദാഹരണമുണ്ട്. പോസിറ്റീവ് വേർഡ് പറയുന്നതും, അതായത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതും, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന രണ്ട് വ്യക്തികൾ. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ശപിക്കപ്പെട്ട ഒരു കൂട്ടത്തെയും വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ച ഒരു കൂട്ടത്തെയുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ശപിക്കപ്പെട്ടു പോയി, എന്നാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ച രണ്ട് വ്യക്തികളെ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. സംഖ്യയുടെ പുസ്തകം അതിന്റെ 13-14 അധ്യായം. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം അതിന്റെ 13 അധ്യായം 14 അധ്യായം നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. മോശ, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവരികയാണ്. ദൈവമായ കർത്താവ് ഒരു കനത്ത മേഘത്തിൽ അവരോടൊപ്പം, ജീസസ്, കനത്ത മേഘത്തില് അവരോടൊപ്പം ഇസ്രായേലിന്റെ കൂടെ ദൈവമായ കർത്താവ് ഉണ്ടായിരുന്നു. രാത്രിയിൽ ദൈവം അഗ്നിസ്തംഭത്തിൽ നിൽക്കും. രാവിലെ ആകുമ്പോൾ ഈ ജനത്തിന്റെ മുകളിൽ നോക്കുമ്പോൾ മേഘസ്തംഭത്തിൽ ഹല്ലേലൂയ ദൈവം നിൽക്കുവാൻ ഇടവരുമായിരുന്നു. ഹല്ലേലൂയ. തന്റെ ജനത്തോട് കൂടി നടന്ന ദൈവം. ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ, ഞാൻ പരിശുദ്ധ ആത്മാവിൽ ദൈവം പറഞ്ഞൊരു പ്രവചനം ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ. വരാൻ പോകുന്ന ഏതാനും വർഷങ്ങൾക്കകം നീ കുറിച്ചിട്ടോ ഈ പ്രവചനം? വരാൻ പോകുന്ന വിരലിൽ എണ്ണാവുന്ന വർഷങ്ങൾക്കകം നീ കാണാൻ പോവുകയാണ്. ഈ കൂട്ടായ്മയുടെ അകത്തും ദൈവം കർത്താവ് കനത്ത മേഘത്തിൽ നമ്മുടെ കൂടെ ഇറങ്ങി വരാൻ പോകുന്നത് ഏതാനും വർഷങ്ങൾക്കകം നമ്മൾ കാണാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുക. എന്റെ പൊന്നുമക്കളെ, ഇത് ഞാൻ പറയുന്ന ഈ പ്രവചനം നീ കുറിച്ചിട്ടേര്. ഇത് നീ കാണും. ഈ കൂട്ടായ്മയുടെ ഇതിനകത്ത് ആരാണോ അംഗത്വമാകുന്നത്, ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാണ്, വരുന്ന നാളുകളിൽ പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വന്നതുപോലെ, പിതാവായ ദൈവം ഇറങ്ങി വന്നതുപോലെ കനത്ത മേഘത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. കനത്ത മേഘത്തിൽ നമ്മുടെ മുമ്പിൽ രാത്രിയിൽ അഗ്നിസ്തംഭവും രാവിലെ പകൽ മേഘസ്തംഭവുമായി ദൈവം നമ്മുടെ കൂടെ വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന മക്കൾ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മക്കളെ, ഇത് പ്രവചനമായി, ഇത് നടക്കും. വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്, വ്യക്തമായി സംസാരിച്ചതാണ്. നീ കുറിച്ചിട്ടോ. ഈ കൂട്ടായ്മ വിട്ട് പോകരുത്. ആ കാഴ്ച കാണുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനും ദൈവത്തെ കാണുവാനും ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും നമ്മുടെ ദൈവം നമ്മളെ നയിക്കുവാൻ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയാണ്, മോശയെ വിളിച്ചിട്ട് പറയാണ്, മോശേ, എന്റെ ജനത്തോട് പറ, നീ എന്റെ ജനത്തെ വിളിച്ചുകൂട്ട്. എന്റെ ജനത്തിന് ഞാൻ കാനാൻ ദേശം, ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാനാൻ ദേശത്തിന്റെ അടുത്താണ് എന്റെ ജനം എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ കാനാൻ ദേശം എന്റെ ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ കാനാൻ ദേശത്തിന്റെ അടുത്ത് അവർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കാനാൻ ദേശം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ആ ദേശം ഒറ്റുനോക്കാൻ നീ ഇസ്രായേലിൽ 12 പേരെ തെരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ഇസ്രായേലിൽ 12 ശ്രേഷ്ഠന്മാരെ നീ തെരഞ്ഞെടുത്തിട്ട് ആ ദേശം ഒറ്റുനോക്കാൻ, അവിടെ ആരാണ് താമസിക്കുന്നത് നിരീക്ഷിക്കുവാൻ, രഹസ്യത്തിൽ ചാരവൃത്തി നടത്തി അത് അന്വേഷിക്കുവാൻ 12 ശ്രേഷ്ഠന്മാരെ നീ തെരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് കൊടുത്ത ദേശത്തിന്റെ പ്രത്യേകത അറിയാമോ? ആ ദേശത്തിന്റെ പേരാണ് കാനാൻ ദേശം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തന്റെ ജനമായ ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തിന്റെ പേരാണ് കാനാൻ ദേശം. ആ കാനാൻ ദേശത്തിന്റെ പ്രത്യേകത അറിയാമോ? ആ ദേശത്തിന്റെ പ്രത്യേകത തേനും പാലും ഒഴുകുന്ന ദേശമത്രേ കാനാൻ ദേശം. ഹല്ലേലൂയ. തേനും പാലും ഒഴുകുന്ന ദേശം. അതിനർത്ഥം എന്താണ്? അവിടെ തേനും പാലും ഒഴുകുമെന്നല്ല, ആ ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തന്നെ ആരാധിക്കുന്നവർക്ക്, തന്റെ വചനം അനുസരിക്കുന്നവർക്ക്, തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ജീവിതകാലം ദൈവത്തെ പിൻപറ്റുന്ന തന്റെ മക്കൾക്ക് ദൈവമായ കർത്താവ് കൊടുക്കുന്ന ദേശം അത് അനുഗ്രഹിക്കപ്പെട്ട ദേശമത്രേ. ഹല്ലേലൂയ. ദൈവം നിനക്കും ഒരു ദേശത്തെ തരും. സഹോദര, മനസ്സിലാക്ക്. ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക്, ദൈവത്തെ സ്തുതിക്കുന്ന മക്കൾക്ക്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ദൈവം എന്തെങ്കിലും തന്നാൽ അത് ഏറ്റവും നല്ലതായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും ദൈവം നിനക്ക് തരുന്നത്. ദൈവം നിനക്കൊരു ദേശം തന്നാൽ അത് അനുഗ്രഹിക്കപ്പെട്ട ദേശമായിരിക്കും. ദൈവം നിനക്കൊരു വീട് തന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വീടായിരിക്കും. ദൈവം നിനക്കൊരു ഭർത്താവിനെ തന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവായിരിക്കും. ദൈവം നിനക്കൊരു ഭാര്യയെ തന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയായിരിക്കും. ദൈവം നിനക്കൊരു മക്കളെ തന്നാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായിരിക്കും. ദൈവം നിനക്ക് മാതാപിതാക്കന്മാരെ തന്നാൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ.
തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കുന്നവനത്രേ നമ്മുടെ ദൈവം. ഈ രാത്രിയിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ആരാധിക്കാൻ വന്ന മക്കളെ, നിനക്ക് ദൈവം നന്മയെ കരുതി വെച്ചിരിക്കുന്നു. അവനത് തരുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് നിനക്ക് തരാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു.